ശരിയായില്ലല്ലോ. ഒന്നെടുക്കാം. ഹലോ ഹലോ, ആ ഡയാന ഹമീദ് അല്ലേ? അതെ. ആ, എവിടെ ഉണ്ട്? വിഷു അല്ലേ ചേട്ടാ? വിഷു ആയിട്ട് ഞാൻ ശ്വേത ചേച്ചിയുടെ വീട്ടിലാ. പിഷാരടിയായിട്ട് ശ്വേതാമേനന്റെ വീട്ടിലതാ. എന്താ? പിഷാരടിയായിട്ട് ശ്വേതാമേനന്റെ വീട്ടിലാ. പിഷു ആയിട്ടെന്നല്ല, വിഷുവായിട്ട് ശ്വേത ചേച്ചിയുടെ വീട്ടിലാണെന്ന്. ഓ, അങ്ങനെ 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 അങ്ങനെ. അതെ അതെ. പിന്നെ വിളിച്ചതെന്നറിയാമോ? 22-ാം തീയതി ഫ്രീ ആയിരിക്കോ? 22-ാം തീയതി ഫ്രീ ആണ്. എന്താ കാര്യം? അതായത് നമുക്കൊരു ഉദ്ഘാടനം ഉണ്ടായിരുന്നു, അതിനാണ് വിളിച്ചത്. ഉദ്ഘാടനം. ശരി ശരി. ഉദ്ഘാടനം. 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 ചേട്ടാ, ഉദ്ഘാടനമല്ല, ഉദ്ഘാടനം. അതെനിക്ക് പറയാൻ പറ്റില്ല, പറഞ്ഞ നാക്കുളുക്കും. അതല്ല ഞാൻ പറഞ്ഞ ഉദ്ഘാടനം. ഓ ശരി. എവിടെയാണ്? എന്താണ്? തൃക്കാക്കരയിലാണ് വരേണ്ടത്. ഉദ്ഘാടനം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ കിണർ നവീകരിച്ചായിരുന്നു, അതിന്റെ ഉദ്ഘാടനമാണ്. എന്ത്? പഞ്ചായത്ത് കിണർ നവീകരിച്ചു, അതിന്റെ ഉദ്ഘാടനമാണ്. ചേട്ടാ ചേട്ടാ, ഞാൻ അങ്ങനെയുള്ള ഉദ്ഘാടനങ്ങളല്ല ചെയ്യുന്നത്. ഈ കത്രി കൊണ്ട് അങ്ങനെ ചെയ്യേണ്ട പരിപാടിയൊന്നും ഇല്ല. പിന്നെ 100 തൊട്ടി വെള്ളം ആൾക്കാർ കോരി കൊടുക്കണം. ചേട്ടാ, എന്താ ചേട്ടാ, നിങ്ങൾ ആളെ കളിയാക്കുവാണോ? അയ്യോ, അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. 100 തൊട്ടി വെള്ളം ആൾക്കാർ കോരി കൊടുക്കണം, അത്രേ ഉള്ളൂ. ചേട്ടാ, നിങ്ങൾ വേറെ ആരെങ്കിലും നോക്കൂ പ്ലീസ്. ഞാൻ ഇങ്ങനത്തെ ഇനോഗ്രേഷൻസ് ചെയ്യാറില്ല. ജുവലറി ഷോപ്സ് അങ്ങനെയൊക്കെയാണ് ചെയ്യാറ്. പ്ലീസ്. അങ്ങനെയാണെങ്കിൽ വേറെ ഉദ്ഘാടനം ഉണ്ട്, അതിന് വരുമോ? അതെന്താണ്? അതായത് ഞങ്ങള് കാത്തിരുന്നിട്ട് ഞങ്ങളെ വേണ്ടി ഗ്യാസ് കിട്ടി, അതിന്റെ ഉദ്ഘാടനത്തിന്. അതെങ്ങനെ ഉദ്ഘാടിക്കും? അതൊന്നുമില്ല, ഗ്യാസ് തുറക്കുന്നു, തിരി കൊളുത്തുന്നു, അത്രേ ഉള്ളൂ. ദൈവമേ. ചേട്ടാ ചേട്ടാ, നിങ്ങൾ ഫോൺ വെക്കൂ ചേട്ടാ. എനിക്ക് ഇതിന് 1 ലക്ഷം രൂപ തരാം. എങ്ങനെ? 1 ലക്ഷം രൂപ തരാം. അല്ല, ഉദ്ഘാടനം എവിടെയാ പറഞ്ഞേ? തൃക്കാക്കര. അപ്പൊ 22-ാം തീയതി കാണാം. ഓക്കെ. ശരി 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 ശരി. കൈനീട്ടം മൊത്തം കൊടുത്തു തീർത്താ? കൈനീട്ടം മൊത്തം കൊടുത്തു തീർത്താന്ന്. കൈനീട്ടോ? ശ്യാമേനന്റെ വീടല്ലേ? അതെ അതെ അതെ. കൈനീട്ടം മൊത്തം കൊടുത്തു തീർത്താ എല്ലാവർക്കും? ഓ, കൈനീട്ടോ? അത് ചേച്ചി കൊടുത്തോണ്ടിരിക്കുവാണ്. നാട്ട പിടിച്ചു വരികയാണ്. ശരി. ഞാൻ ഇവിടെ കണ്ട് നല്ല പരിചയം. ഞാൻ ആർട്ടിസ്റ്റ് ആണ്. കോമഡി മാസ്റ്റേഴ്സ് ഒന്ന് വിളിക്കൂ ചേച്ചി. ചേച്ചി ഞാൻ വിളിക്കാം. നിങ്ങൾ വെയിറ്റ് ചെയ്യൂ. ശരി ശരി. സൂപ്പർ വീട് കേട്ടോ. കോമഡി മാസ്റ്റേഴ്സ് കൊണ്ട് വെച്ചായിരിക്കും. ഓരോ ഷെഡ്യൂളിലെ പേയ്മെന്റ് ആയിരിക്കും ഓരോ ജനലും. വേഗം പാടി ചേച്ചി കൈനീട്ട് കൊടുത്ത് തീർന്നു. കൊടുത്ത് തുടങ്ങി തീർന്നെന്ന് തോന്നുന്നു കേട്ടാ. അണ്ണാ, ശ്വേത ചേച്ചിയുടെ വീടല്ലേ? ഇത് തന്നെ. കൈനീട്ടം കൊടുത്ത് തീർന്നായിരുന്നു. കൊടുത്തോണ്ടിരിക്കുന്നു. ഞാൻ വിചാരിച്ചു നീ ഒരുങ്ങി വന്നപ്പോ ലേറ്റായിട്ട് ഇത് കൊടുത്ത് തീർന്നെങ്കിൽ എന്റെ ചങ്ക് വളർന്നു പോലെ. സംഭവം അണ്ണാ, ഞങ്ങള് കൈനീട്ടം മേടിക്കണം. അണ്ണൻ കൈനീട്ടം മേടിക്കാൻ വന്നാ? ഞാൻ മേടിക്കാൻ വന്നാണ്. ഇത് ക്യൂ ആണ്. ക്യൂ നില്ല. എടി ക്യൂ ഉണ്ടേ, കയറിയില്ലേ? ബിവറേജിൽ പോലും ക്യൂ നിന്നിട്ടില്ല കൈനീട്ടം മേടിക്കാനേ. അതെ, നമുക്കൊരു എത്ര രൂപ കിട്ടുമായിരിക്കും ഈ കൈനീട്ടം? നിന്നെ കണ്ട് നല്ല പരിചയമില്ലടാ. എന്റെ പേരെന്താടാ? നീ എവിടെയുള്ള? നമ്മളിവിടെ കൊള്ള. നീ ആറ്റിങ്ങല്ലടാ? അതെ ആലങ്കോടാ? അതെ തൊപ്പിച്ചന്തേ? അതെ മണനാക്ക? അതെ കൗലൂരുള്ളടാ? പൂജപ്പുര പറഞ്ഞില്ല. പൂജപ്പുര പറയാത്തത്? നീ പൂജപ്പുരല്ലേ? അവിടെ സെൻട്രൽ ജയിലിലാണോന്നൊരു ഡൗട്ട് ഉണ്ട്. എടാ ചേമ്പര വാവോടാ നീ. ചേമ്പര വാവോടാ. എനിക്ക് ആദ്യം കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായിരുന്നല്ല. ഞാൻ വരിയില്ലേ? നീ പൊക്കി കളഞ്ഞടാ. എനിക്ക് ഇതെന്റെ ഭാര്യ. നീ കല്യാണം കഴിച്ചാ? നാലാമത്തെ. ഇത് കല്യാണം കഴിച്ചൊന്നുമല്ല. ഇത് ഇവിടെ വീട്ടിന്റെ ഫ്രണ്ടിൽ കൂടെ പോയപ്പോ എനിക്ക് കഷ്ടം ചൊറിഞ്ഞു. അങ്ങനെ ഇങ്ങനെ ചൊറിഞ്ഞത് എന്റെ കൂടെ ഇറങ്ങിക്ക് പോകുന്നു. എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാ നമുക്ക് പറ്റിയ ടീമല്ല പറഞ്ഞു കൊടുക്കും. ഞാൻ ബസ്സിന് മാല മോഷ്ടിക്കും, പേഴ്സ് അമ്പലത്തിൽ നിന്നൊക്കെ ഭണ്ഡാരത്തിൽ പൈസ എടുക്കും. അടാ, ഈ കഴുത്തി കിടക്കുന്ന മാല ഇവിടെയല്ല. ഇപ്പൊ വന്നപ്പോ ഒരു കാറ് കിടന്നു. കാറ് തുറന്നിടന്ന് കയറിയപ്പോ മാലയാറ്റേക്ക് പോകുന്നു. എന്നിട്ട് ഡയാനക്ക് ഞാനതൊക്കെ കാറിൽ എഴുതി വെച്ചേക്കുന്നുണ്ട്. ആരെയും നമുക്ക് പ്രശ്നമൊന്നുമില്ല. അണ്ണാ, ഇനി ബാക്കി പറ. എന്തായാലും നമ്മൾ 3 പേരും ഒരുമിച്ച സ്ഥിതിക്ക് ഒരു രക്തത്തിൽ പറഞ്ഞ പോലെ ഇരിക്കണല്ലേ? നമുക്ക് ഇവിടുന്നേ ഒരു എത്ര രൂപ കിട്ടും? കൂടിപ്പോയാലും 101 രൂപ കിട്ടുമായിരിക്കും. അവരൊക്കെ ഇറങ്ങി വരുന്നില്ലല്ലോ. 101 രൂപയ്ക്ക് 501 രൂപ മേക്കപ്പ് ഇട്ടുകൊണ്ട് വന്നു. നമ്മൾ കൈ നീട്ടൊന്നും പറഞ്ഞു കൈ നീട്ടിക്കൊണ്ട് കൂടിപ്പോയാൽ 101 രൂപ വരും. ഒഴിവാക്കി ഇവിടെ ഉള്ളു. സെലിബ്രിറ്റികളൊക്കെ അങ്ങനെയാണ്. നമ്മൾ ചാരിറ്റി പറഞ്ഞു ചെല്ലണം. അത് ആര് ചാരിക്കും? അണ്ണൻ നിൽക്കോ ഞാൻ നിൽക്കോ? നീ പിന്നില്ലടി ചാരി.
വിദ്യാഭ്യാസമില്ലാത്തവനെ ചാരിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് അസുഖം എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവരെല്ലാം സഹായിക്കും. അയ്യോ അത് നമുക്കൊരു പ്രശ്നമുണ്ട്. നമ്മൾ രണ്ടുപേരും പൂർണ്ണ ആരോഗ്യവാന്മാര് കണ്ണൊരു ഗ്യാസിന്റെ പ്രോബ്ലം ഒന്നും ചെല്ല് അങ്ങനെ കിട്ടിയാൽ ഒരു 10,000 കിട്ടുമായിരിക്കും. 10 രൂപ ജലൂസം തന്നു വിടുകൂടാ. വലിയ എന്തെങ്കിലും അസുഖത്തിന്റെ പേര് പറയണം. നമ്മുടെ അസുഖം വലിയ അസുഖമാണ്, എന്തെങ്കിലും ചാരിറ്റി ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇവര് ഫേസ്ബുക്കിലൊക്കെ ഇടുന്നു. അതായത് ഇമോഷണലി സങ്കടം വരൂല്ലേ? സങ്കടം പിന്നെ അസുഖത്തിന്റെ പേര് കേട്ട് എന്നിട്ട് നമ്മൾ ചെന്ന് കണ്ട അണ്ണാ ചെരങ്ങെന്ന് പറഞ്ഞാലാണ് ചെരങ്ങ അത് താന്ന് പോയാടി വലിയ അസുഖം. വട്ടച്ചൊറിയാണെങ്കിലേ എന്റെ പൊന്നേട്ടാ അങ്ങനെയൊന്നും അല്ല. നമുക്ക് കേട്ടാ തന്നെ കുടുംബത്തിൽ പിറന്ന ഒരു അതാണ് കേൾക്കുമ്പോൾ തന്നെ ഞെട്ടണം. ഞെട്ടണ അങ്ങനെ ഒരു അസുഖം എന്തോന്നമ്മ? മെഡിക്കൽ സയൻസിൽ ആ ഈ അസുഖത്തിന്റെ പേര് ആ ബ്ലാച്ചിങ്സ് ഗിൽബാഡു. പ്ലാസ്റ്റിക് കീബോർഡാ? പ്ലാസ്റ്റിക് കീബോർഡ് എന്നല്ലടാ, ബ്ലാച്ചിങ്സ് ഗിൽബാഡു. അതെന്താ? അതായത് ഇങ്ങനത്തെ പേരുകൾ പറയുമ്പോഴത്തേക്ക് പെട്ടെന്ന് നെഞ്ചിൽ ആ പേരെങ്ങനെ ഉണ്ട്? ഇഷ്ടപ്പെട്ടാ? ഇഷ്ടപ്പെട്ടാ? അയ്യോ അവർക്ക് ഇഷ്ടപ്പെട്ട അപ്പൊ ആ പേരെങ്ങനെ ഉണ്ട്? എങ്ങനെയുണ്ട് പേര്? കൊള്ളാം. അത് മതി, എനിക്കത് മതി. നമ്മൾ മൂന്നൊരു ഒരേ കണക്ക് പറയണം. എടീ, ബ്ലാ, ബ്ലാ. എനിക്കെന്നത് ബ്ലാച്ചിങ്സ് ആ. ഗിൽബാഡു. അത് തന്നെ എന്റെ അസുഖം. നീ പറയണം. ഓക്കെ. അപ്പൊ ഈ അസുഖം വേറെ കാര്യമുണ്ട്. ഇങ്ങനെ കട്ടയ്ക്ക് നെഞ്ചും പറ്റി എന്ന് പറയല്ലേ, ദയനീയമായിട്ട് പറയണം. അയ്യോ വീണ്. അഭിനയിക്കാനും അറിഞ്ഞൂടാ. മക്കളെ നീ കരയണം, നീ ഭാര്യയാണ്. ഇത്രയും വലിയ അസുഖമുള്ളവർ തന്റെ ഭാര്യയാണ്. അപ്പൊ കരയടി. എനിക്ക് കരഞ്ഞ അങ്ങനെയല്ല കുറച്ചുകൂടെ. ഇപ്പൊ ഞാൻ കരയിപ്പിച്ചുതരാം. നിന്റെ ഇൻസ്റ്റാ ഫോളോവേഴ്സ് 100 എണ്ണം കുറഞ്ഞു. 200 500 മതി. ഇനി ഞാൻ മരണക്കിടക്കയിലേക്ക് പോവാണെങ്കിൽ ഞാൻ 1000 എന്ന് പറയാം. അപ്പൊ അത്രയും കരഞ്ഞാവും കേട്ടാ. 500 എങ്ങനെ കരഞ്ഞ് കേണപേക്ഷിക്കണം. എന്റെ ഭർത്താവിന് അസുഖത്തിന് പേര് പറ. പറ എന്റെ ഭർത്താവിന് പറ. എന്റെ ഭർത്താവിന് ഹലോ നിങ്ങളെ പരിപാടി തെറ്റി. അതൊക്കെ ഞങ്ങൾ എത്ര ബസ് എത്ര കാർ എത്ര വീട് കുത്തുന്നത് അതിനപ്പത്രയൊന്നുമല്ലല്ലോ. എത്ര രൂപ ചോദിക്കാം? ഞാൻ പറയണ അണ്ണ ഒരു പൈസ പറ. ഇത്രയും വലിയ അസുഖം ആകുമ്പോഴത്തേക്ക് ഒരു 3 ലക്ഷം രൂപ കിട്ടണ പൈസ ചോദിച്ച് 3 പേരും കൂടെ അവിടെ കയറ്റി 3 ലക്ഷം രൂപ ചോദിച്ചു കഴിഞ്ഞാൽ അവരെടുത്ത് തരുമോ? പിന്നെ 5 ലക്ഷം കൂടി ചോദിക്കണം. എന്റെ പൊന്നു ചേട്ടാ, ഒരു വീട്ടിൽ കയറി വന്ന് നിങ്ങൾ 5 ലക്ഷം രൂപയാ ചോദിക്കണത്? നാണുണ്ടോ നിങ്ങൾക്ക്? 10. അവള് പറഞ്ഞ പിന്നെ ഒരു ഒന്നുമില്ല അതില്. നിങ്ങൾ അഭിനയത്തിലാണ് ഇരിക്കണം. ബാക്കി ഞാൻ കളിച്ച് കയറ്റും. നീ കരയുമല്ലോ. ബാക്കി എന്റെ കുഴപ്പമില്ല അമ്മ. ഇപ്പോഴത്തെ വരട്ടെ, അവര് വരട്ടെ. അതെ ചേട്ടാ നിങ്ങൾ പോയില്ലേ? ഇതല്ലടാ, ഇതല്ലടാ. അല്ലേ ചിലപ്പോ 5000 രൂപ തേങ്ങ കിട്ടും. അറിയില്ല. അല്ല നിങ്ങൾ പോയില്ലേ? ഇല്ല, നമ്മള് കൈനീട്ടം മേടിക്കാൻ വേണ്ടി ആറ്റിക്കുന്നു വന്ന. ചേച്ചി വന്നില്ല? വന്നില്ല. ഓക്കെ ഞാൻ എന്നാ വിളിക്കാം ചേച്ചിനെ. വിളിക്കാം. ഓക്കെ ചേച്ചി ഓ ഒന്നിങ്ങ് വരുവോ? വരെ ഒരു കാര്യമുണ്ട്. എന്ത് പറ്റി? കള്ളു കുടിച്ചാണ്. കള്ളു കുടിച്ചാന്ന് ചോദിക്കുന്നു. മര്യാദയില്ല ചേച്ചി. ഇതെന്റെ ആത്മാർത്ഥ സുഹൃത്താണ്. ഞാൻ അവന് ചങ്ക് വേണമെങ്കിലും പറിച്ചു കൊടുക്കും. അവൻ മാരകമായ ഒരു രോഗത്തിന് അടിമയാണ് ചേച്ചി. ആ രോഗത്തിന്റെ പേര് മെഡിക്കൽ സയൻസിൽ അതിനെ എന്ന് പറയും. അതെ, പ്ലാസ്റ്റിക് കീബോർഡ്. കമ്മല് കൈ കിട്ടിയില്ല. മാരക രോഗത്തിന് അടിമയാണ് ചേച്ചി. മെഡിക്കൽ സയൻസ് പറയുന്നത് നാളെ തന്നെ ഓപ്പറേഷൻ ചെയ്യണമെന്നാണ്. കുറച്ച് പൈസ ചിലവാകും. എത്ര? 10 ലക്ഷം. 10 ലക്ഷം. 10 കൂടുതലാവും. ഞാൻ ചങ്ക് വേണമെങ്കിലും പറിച്ചു കൊടുക്കും ചേച്ചി. പക്ഷെ എന്റെ 5 പൈസ ഇല്ല ചേച്ചി. എങ്ങനെയെങ്കിലും സഹായിക്കണം. ഒരു മിനിറ്റ്. പട്ടാവിനയം പട്ടാവിനയം. അതല്ലത് അങ്ങോട്ട് ചേച്ചിയുടെ അടുത്ത് പറ. 10 ലക്ഷം രൂപ ഗൂഗിൾ പേയിൽ പോകില്ല. കണക്കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഐസിയുന്റെ ചിലവ്, മറ്റേ ആംബുലൻസ് എല്ലാവരും കണക്കൂട്ടി എമൗണ്ട് തരും. നമുക്ക് കൈ മേടിച്ചോണ്ട് പോവാം. അതെ ഓക്കെ പേടിക്കണ്ട. എന്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്, ഡോക്ടറാണ്. ഇപ്പൊ അടുത്ത് അല്ല ചേച്ചി 30 ഇപ്പൊ എത്തും. ഞാൻ വേറൊരു ഡോക്ടറെ കാണിച്ച് മറ്റേ എക്സ്റേ സ്കാനൊക്കെ എടുത്തപ്പോ പറഞ്ഞായിരുന്നു ഇവിടെ 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 ഉണ്ടെന്ന്. ഒന്നും പേടിക്കണ്ട, എന്റെ ഫ്രണ്ട് ഇപ്പൊ എത്തും. ഹാപ്പി വിഷു. സോറി, ഹായ് ഡോക്ടർ. ഒരു ഫംഗ്ഷന്റെ ഇടയിൽ നിന്ന് വന്നാട്ടോ. ആരാ പേഷ്യന്റ്? ആരാ? ഹായ്, ഒരു സെക്കൻഡ്. പ്ലാസ്റ്റിക് ഗിൽബാഡു. ഒന്ന് ബ്രെത്ത് നന്നായിട്ട് എടുക്കാം. ഓക്കെ. എന്താ അസുഖം എന്നാ പറഞ്ഞേ?
ബ്ലാച്ചിങ്സ് ഗിൽബാഡു മാഫിയ. ഒരു വെയിറ്റിംഗ് ഇരിക്കട്ടെ. നിങ്ങൾ ആരത്? ഞാൻ ചക്ക് വിടലും പറിച്ചു കൊടുക്കും. ഞാൻ ആത്മാർത്ഥ സുഹൃത്താണ്. ഓക്കെ, ഒന്ന് മാറി നിൽക്കണം. ഇത് വരൂ വരൂ. അല്ല, ഭാര്യ എടുത്തല്ല, താങ്കൾ വരൂ 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 നിക്കൂ. ഒന്ന് താങ്കൾ കഴിക്കോ. കുറെ നാളായോ ഇത് അസുഖങ്ങള്? ആയോ? കുറച്ച് നാളായിട്ടുണ്ട്. കുറച്ച് കണ്ണൊന്ന് നോക്കട്ടെ. എവിടെയൊക്കെ പെയിനാന്ന് പറഞ്ഞേ? ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, ഇവിടെ. മനസ്സിലായി 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 മനസ്സിലായി. ഓക്കെ. എനിക്ക് മെസ്സേജ് അയച്ചപ്പം I was a little doubt with this thing, but I think this is something serious. After checking his nails and eyes and all, he has some other. അയൽക്കൂടത്തെ കണക്കൊല്ലം പറയുന്നത് അവരെ കുടുംബത്തിൽ നമ്മൾ ഇടപെടുന്നില്ല. പൈസ കിട്ടിയാ പോരെ. I'm very sorry to say this, but then he's into a dangerous situation. Seriously? Yeah. I need to take him to the hospital right now. You're very close to them? No. Not exactly. I'll do. ഓക്കെ. Mister, actually, ഇത് പറയുന്നതിനോടൊന്നും തോന്നരുത്. നിങ്ങൾ എനിക്ക് മെസ്സേജ് അയച്ചപ്പം, അതായത് ശ്വേ എനിക്ക് മെസ്സേജ് അയച്ചപ്പം അങ്ങനെ ഒരു ഡിസീസ് ഇല്ല, പക്ഷെ ഇത് വേറൊരു സംഭവമാണ്. നിങ്ങൾക്ക് ഇവിടെയല്ലേ പെയിനാന്ന് പറഞ്ഞത്? ഇപ്പോഴും പെയിൻ ഉണ്ടോ? നല്ല രീതിയിൽ പെയിൻ ഉണ്ടോ? ഒന്ന് ഇങ്ങനെ ആക്കി നോക്കിക്കേ. പെയിൻ ഇല്ലേ? നിങ്ങളുടെ ലിവർ ഫെയിലിയർ ആണ്. അതെ. ഒന്നുകൂടെ നോക്ക് ഡോക്ടറെ. അല്ല, അത് ഒരുപാട് നമ്മൾ അങ്ങനെ ഇട്ട് ചെയ്തിട്ട് കാര്യമില്ല. എന്റെ കൂടെ ഇപ്പൊ ഹോസ്പിറ്റലിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് അതിന്റെ ബാക്കി പ്രൊസീജിയർ കാര്യങ്ങളിലേക്ക് അല്ല, അത് അങ്ങനെ വരാൻ വഴിയില്ല. ഇന്ന് വൈകുന്നേരം കൂടെ ലിവർ ഫ്രൈ കഴിച്ചേ ഉള്ളൂ. ഞാൻ ലിവർ കാണൂടാ. അതല്ല ഞാൻ പറയുന്നത്, ഭാര്യ എന്നല്ലേ പറഞ്ഞത്. അദ്ദേഹത്തിന്റെ ലിവർ തകരാറാണ്. ഇല്ല ഡോക്ടർ, ഒന്നുകൂടെ നോക്ക് ഡോക്ടർ. ഇവിടെ കാണും ഡോക്ടറെ ലിവർ. ഒന്നുകൂടെ നോക്ക്. അവിടെ ലിവർ ഉണ്ട്, പക്ഷെ ആ ലിവർ ആണ് തകർന്നിരിക്കുന്നത്. അത് നമുക്ക് എന്തെങ്കിലും പെട്ടെന്ന് ചെയ്യണം. അതിന്റെ പേരായിരിക്കും മറ്റേ ഡോക്ടർ ബ്ലാച്ചിങ്സ് ഗിൽബാഡു. അങ്ങനെ ഒരു അസുഖം ഇല്ല മിസ്റ്റർ. നിങ്ങൾ ആരാന്നാ പറഞ്ഞേ? ഞാൻ ആത്മാർത്ഥ സുഹൃത്താണ്. ഞാൻ വേണമെങ്കിൽ ചങ്കാൻ പറിച്ചു കൊടുക്കും. ചികിത്സ ചെലവ്. ഒരു മിനിറ്റ്, ഒരു കാര്യം പറയട്ടെ. നിങ്ങൾ എന്തായാലും ഒരു ചങ്കല്ലേ, നിങ്ങൾ എന്തായാലും മൂപ്പരുടെ ലിവർ നിങ്ങൾ കൊടുക്കുവോ? നിങ്ങൾ ചങ്കല്ലേ, ബ്രദറല്ലേ? നിങ്ങളുടെ ഗ്രൂപ്പ് ഏതാണ്? അല്ല, എന്റെ ലിവർ അവന് സൈസ് ആവൂല. എന്റെ വലിയ വലുതാണ്. നിങ്ങളുടെ ബ്ലഡ് ഗ്രൂപ്പ് എന്താ? എന്റെ ഗ്രൂപ്പ് ബികോം. മിസ്റ്റർ, രക്തത്തിന്റെ ഗ്രൂപ്പ് ഏതാന്നാണ് ചോദിക്കുന്നത്? എംകോം. ബ്ലഡിലെ രക്തം, അതിനൊരു ഗ്രൂപ്പ് ഉണ്ടാവില്ലേ? എ പോസിറ്റീവ്, ഒ പോസിറ്റീവ്, ബി, അങ്ങനെ ഏതാണ്? A+B the whole square. ഇതിപ്പോ ഒരു കാര്യം ചെയ്യാം. നിങ്ങൾ you just come with me to the hospital. Okay, and then we'll take a blood test and then figure out what to do. We need to have a donor now. ഞാൻ ഒരു കാര്യം പറയട്ടെ, മോൻ ഒന്നും പേടിക്കണ്ട. അതെ, പാനിക് ആവരുത്. മോന്റെ എല്ലാം ചികിത്സന്റെ എല്ലാം ചെലവ് ഞാൻ നോക്കാം. ഞാൻ എല്ലാം ചെലവ് എന്തുണ്ടെങ്കിലും എല്ലാം ഞാൻ, ഹോസ്പിറ്റൽ ബില്ലാണെങ്കിൽ എല്ലാം എല്ലാം നിങ്ങളുടെ എല്ലാം. ഇനി മുതൽ ഞാനാണ് നിങ്ങളെ നോക്കാൻ പോണത്. ചേച്ചി, എന്റെ അസുഖം, ഓപ്പറേഷൻ, ഞങ്ങളുടെ കാര്യം എല്ലാം ചേച്ചി എല്ലാം ചേച്ചി നോക്കുമല്ലേ ചേച്ചി? അതെ, ആംബുലൻസ് പേടിക്കണം. ഒന്ന് മാറിയേച്ചി. പട്ടിടാ, ഈ പാവപ്പെട്ട ചേച്ചിയുടെ പറ്റിക്കാൻ വേണ്ടി നീ ഇവിടെ വിളിച്ചോണ്ട് വന്നത്. ആ പറഞ്ഞ തങ്കക്കുളം പോലത്തെ ചേച്ചി പറഞ്ഞാ എന്റെ അസുഖവും എന്റെ കാര്യങ്ങളും മൊത്തം ആ ചേച്ചി നോക്കാറുണ്ട്. ചേച്ചി, ഈ പേരല്ലേ മാറിയുള്ളൂ. അസുഖം എന്റെ പാവപ്പെട്ട ചേച്ചി എന്റെ മൊത്തം നോക്കാൻ മിസ്റ്റർ, നിങ്ങൾ എന്നെ പറ്റിക്കായിരുന്നു അല്ലേ? നിങ്ങൾ എന്നെ പറ്റിക്കാനാണ് ഇവിടെ വന്നത്. ചേച്ചി, ഞാൻ ചേച്ചിയിൽ കൈതീട്ടം മേടിക്കാൻ വേണ്ടി ഞാൻ ഇവളോട് വന്നപ്പം വേണ്ടല്ലോ, ഇവ എന്റെ അടുത്ത് പറഞ്ഞ് നീ നേരെ പറ്റി ചേച്ചിയിൽ നിനക്ക് മാരകമായ എന്താ അസുഖത്തിന്റെ പേര്? അതൊന്ന് പറ. ചേച്ചി 10 ലക്ഷം രൂപ തരുമെന്ന് ഇവനാണ് പറഞ്ഞത്. അങ്ങനെ പറഞ്ഞോണ്ട് അസുഖം കണ്ടുപിടിച്ച ട്രെയിൻ എടുക്കരുത്, ട്രെയിൻ എടുക്കാൻ പാടില്ല. എന്റെ പാവപ്പെട്ട ഞാൻ കാരണം നിന്റെ അസുഖം സെറ്റിലായ നിന്റെ ഭാര്യ ചേച്ചി നോക്കിയാണെന്ന് പറഞ്ഞ അപ്പൊ നിന്റെ കാര്യം സെറ്റായില്ല. ഇനി എന്റെ കാര്യം സെറ്റാവുള്ളൂ ചേച്ചി. വിഷുക്കടി തരയടക്കി കൈനീട്ടം തരയടക്കി എനിക്കൊക്കെ പോവായിരുന്നു. അപ്പോ നല്ലൊരു വിഷുവായിട്ട് വിഷു കൈനീട്ടം ഞാൻ തരണോ, അല്ലാതെ കൈ നീട്ടി തരണോ? രണ്ടും നന്ദിയിൽ ഒരു ഹഗ് തന്നാലും മതി. മാറി ചേച്ചി, നിന്റെ ഹാപ്പി വിഷു. What?